അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്രീമി ആയിട്ടുള്ള നമ്മുടെ സെയിം കേക്ക് ഫഡ്ജ് നമ്മൾ കഴിക്കില്ലേ, അതേ ഒരു ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കോക്കോ പൗഡർ വെച്ചിട്ടല്ല. ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷയില്ലാതെ ഇതെങ്ങനെയാകും, ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും ഒന്നും അറിയാതെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഉള്ളിലാണെങ്കിലും നമ്മുടെ കേക്കിൻ്റെ പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റും ക്രീമിയും ചോക്ലേറ്റൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോക്കോ പൗഡറല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു ഡ്രിങ്കിങ് ചോക്ലേറ്റ് വാങ്ങിച്ചായിരുന്നു. കുറേ മാസങ്ങളായി വാങ്ങിച്ചിട്ട് ഇവിടെ ആർക്കും അത് ഇഷ്ടമായിട്ടില്ല. കുടിക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ടെൻഷനൊക്കെ ആയിരുന്നു, ഇത് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട ഇതേപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 125ൻ്റെ നമ്മുടെ കപ്പില്ലേ, ആ കപ്പിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചിട്ട് നമ്മുടെ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കലാണ്. പിന്നെ ഞാനിത് നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ മുട്ട കറക്റ്റ് ലെവലിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ പാത്രത്തിൽ ഒരംശം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തുടച്ചതാണെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറിയ ചൂടായതിന് ശേഷം നമ്മൾ വെച്ചിട്ടാകുമ്പോൾ ഒരു ചൂടുണ്ടാകുമല്ലോ, അതൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പാത്രം നല്ല ചൂടാണെങ്കിൽ മുട്ട വേഗം വെന്ത് പോകും. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഞാൻ നല്ലപോലെ ക്രീമി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ്, അതേ കപ്പിൽ സെയിം 125 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം അതിൻ്റെ മേലെ നമ്മുടെ ഫിൽറ്റർ വെച്ചിട്ട് അങ്ങനെയാണ് അതിലേക്ക് ഫിൽറ്ററിലിട്ടിട്ട് നല്ലപോലെ അരച്ചിട്ടാണ് ചെയ്തെടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ, ഞാൻ 1 സ്പൂണിൻ്റെ 1/4 ഭാഗത്തോളം ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതേ അരിപ്പയിലേക്ക് തന്നെ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ സെയിം കപ്പിൽ ഞാൻ 1 കപ്പ് നമ്മുടെ ഡ്രിങ്കിങ് ചോക്ലേറ്റിൻ്റെ പൗഡറും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഇതെല്ലാവരുടെ അടുത്തും ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ, അപ്പോൾ കോക്കോ പൗഡർ ആണെങ്കിൽ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം നല്ലപോലെ അരച്ചിട്ട് നമുക്കിത് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തെടുത്ത ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങളടുത്ത് ഉള്ള ഏത് ചോക്ലേറ്റിൻ്റെ മിക്സ് ആയാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ നല്ലപോലെ അരച്ചിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ മെല്ലെ മെല്ലെ ആയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ മെല്ലെ മെല്ലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനു മുന്നേ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിലോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി ഇതേപോലെ അതേ സെയിം 125 ml കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത അതേ ഡ്രിങ്കിങ് ചോക്ലേറ്റിൻ്റെ പൗഡർ ഒരു 3 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേ ഈ ടൈമിൽ അതേ സെയിം നിങ്ങൾ ഏത് പൗഡറാണോ ആദ്യം എടുത്തത് അതേ ഒരു പൗഡർ തന്നെ ചേർത്ത് കൊടുക്കുക, കോക്കോ പൗഡർ. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ 2-3 സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഓൾറെഡി ഇതിൽ പഞ്ചസാരയുണ്ട്. പഞ്ചസാരയുടെ ചെറിയൊരു അംശം നമ്മുടെ ഈ ഡ്രിങ്കിങ് ചോക്ലേറ്റിൻ്റെ പൗഡറിലുണ്ട്. അപ്പം നിങ്ങൾ ചേർക്കുന്നതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ട് വരണം. ഫുള്ള് കലങ്ങിയതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് അതേ ഒരു കപ്പിൽ പകുതി ഭാഗം സൺഫ്ലവർ ഓയിൽ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ ഫുള്ള് ബട്ടർ മെൽട്ടായതിന് ശേഷം മാത്രം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് മെൽട്ടാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മിക്സിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച മിക്സ് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണം. എല്ലാം കൂടി നല്ല പോലെ മിക്സായി വരുന്ന രീതിയിൽ ഒരു 3-4 മിനിറ്റെങ്കിലും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓയിലൊക്കെ ചേർത്തതാണല്ലോ, അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ആണെങ്കിലും നല്ല കാണാൻ ക്രീമി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് നല്ല ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കേക്ക് വെന്ത് കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. ഇത്രയും ലൂസായതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ബാറ്റർ പോലെ തന്നെ കേക്കും നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇനി ഞാനിത് ഓവനിലേക്ക് മാറ്റലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കേക്ക് ടിന്നിൽ ഞാൻ ഇതേപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഓവനിൽ 230 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് വെച്ച് കൊടുത്തതാണ്. അതിന് മുമ്പേ കുറച്ച് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തായിരുന്നു. നിങ്ങളുടെ ഓരോരോ ഓവൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം കൂടി ഒഴിച്ചിട്ട് ബബിൾസ് മാറാൻ വേണ്ടിയിട്ട് ആദ്യം 1 2 3 പ്രാവശ്യം തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബബിൾസ് മാറാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവനിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സമയം ഇത് ഒന്ന് തണിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളത്. ഈ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പഠിച്ചു ഇതെന്താ ഇങ്ങനെ എന്നുള്ളത്. ഇത് എടുത്തിട്ട് ഞാനതിൻ്റെ നമ്മുടെ ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴാണെങ്കിലും ഫ്ലോപ്പായ ഒരു കേക്ക് പോലെയാണ് ഇതിൻ്റെ പുറംഭാഗമൊക്കെ കാണാനുള്ളത്, പൊടിഞ്ഞു പോയ പോലെ. പക്ഷേ ആ പുറംഭാഗം അതിൻ്റെ ഏറ്റവും മേലുള്ള ഭാഗം കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കട്ടാക്കുന്ന സമയത്ത് അതിൻ്റെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്, അസ്സലാമു അലൈക്കും.